ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ 4 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലില്ലാത്ത കുറച്ച് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുള്ള സ്ഥലത്ത് ഇതാ ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇതാ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കയ്യിൽ കുറച്ച് ഓയിലും കൂടെ ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഇങ്ങനെ ഏറുള്ള ഭാഗത്തുള്ള ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് ഒരു ഷേപ്പിലാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് നോക്കിയത്. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അധികം കട്ടിയിൽ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, ചെറിയ രീതിയിൽ മതി. അപ്പോൾ ഇത് ചിക്കനാണല്ലോ, ചിക്കനൊന്ന് വെന്ത് വരുന്ന ടൈമും കൂടെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഓവർ കട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഓവർ വേവുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ കട്ടി. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ലേശം ഉപ്പ്, പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിരിക്കുന്ന ചിക്കൻ നഗറ്റ്സ് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെക്കാമെന്ന് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നഗറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.